നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ പോലീസ് എതിർത്തിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉയരുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ്, പ്രചാരണമൊക്കെ പൊടിപൊടിക്കുകയാണ്. അതിനിടെ ജാമ്യം ഈ പ്രതികൾക്ക് നൽകിയാൽ സംഘർഷ സാധ്യതയുണ്ടെന്നും മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായ പ്രദേശത്ത് വീണ്ടും പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ജാമ്യം നൽകിയാൽ പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാനാണ് പ്രതികൾക്ക് ജാമ്യം നൽകേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതായത്, ഇവർക്ക് ജാമ്യം നൽകി ഇവർ പുറത്തിറങ്ങി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾക്ക് ജാമ്യം ഇപ്പോൾ നൽകരുത് എന്ന ഒരു ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ബോംബ് നിർമ്മിച്ചതെന്നും ഇരു ക്രിമിനൽ സംഘങ്ങളിലും CPM RSS അനുഭാവികളുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ബോംബ് നിർമ്മിക്കാൻ രാഷ്ട്രീയ പിന്തുണ ഇവർക്ക് കിട്ടിയോ എന്നറിയാൻ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം പാനൂർ ബോംബ് സ്ഫോടനം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണ് എന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. DYFI ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു. അമൽ ബാബു ബോംബുകൾ ഒളിപ്പിച്ചു, മണൽ കൊണ്ടിട്ട് തെളിവ് നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചുവെന്നും കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങളും പൊട്ടിത്തെറിച്ച പാനൂർ കേസിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരെല്ലാം ഇതിനോടകം പോലീസിന്റെ പിടിയിലായി. 12 പ്രതികളിൽ ഒരാൾ മരിച്ചു, 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖ്യ ആസൂത്രകനായ ഷിജാൽ, അക്ഷയ് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിൽ പോകാൻ ഇവർക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടിയെന്നാണ് നിഗമനം. ഉദുമൽപേട്ടയിലാണ് ഷിജാൽ ഉണ്ടായിരുന്നത്. ബോംബ് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഇവർക്ക് എത്തിച്ചു നൽകിയത് ആരെന്നും സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാൻ പരിശീലനം എവിടെ നിന്ന് കിട്ടിയെന്നും അന്വേഷിക്കുന്നുണ്ട്. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. CPM RSS അനുഭാവികളാണ് ഇരു സംഘത്തിലും എങ്കിലും ഇവർ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് പ്രതികൾ ബോംബ് നിർമ്മിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.